നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ പാറ്റാ സമരം കഴിഞ്ഞു. അതിന്റെ അനുരണങ്ങൾ പക്ഷെ ഒടുങ്ങുന്നില്ല, അല്ലെങ്കിൽ തീരുന്നില്ല. പാർലമെന്റിലെല്ലാം വലിയ ചർച്ചാ വിഷയമാവുകയാണ്. രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു, പ്രിയങ്ക ഗാന്ധി തീയാളിക്കത്തി എന്നൊക്കെയാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത്. അതെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ. ഇതിന്റെ ഒരു വിശകലനം, അതായത് കഴിഞ്ഞ സമരത്തിന്റെ അല്ല, ഇനി ഇതിന്റെ ഒരു പ്രതിധ്വനി എങ്ങനെ ഉണ്ടാകും? നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ സത്യത്തിൽ നരേന്ദ്രമോദി ദുർബലനായോ? ഇത് യോഗി ആദിത്യനാഥിനെ ബാധിക്കുമോ? അവരെല്ലാം അവരുടെ അധികാരം വിട്ട് ഒഴിയേണ്ടി വരുമോ? തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സാറിന്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് സമയം കണ്ടെത്തി നമ്മളോടൊന്ന് ചിലവഴിക്കണമെന്നുള്ളത്. ഓക്കെ, സാറിന് എന്ത് തോന്നുന്നു? വലിയ താങ്കൾ പറഞ്ഞ പോലെ തന്നെ മോദി വിരുദ്ധ ക്യാമ്പിൽ, ഏതാണ്ട് രാജ്യവിരുദ്ധ ക്യാമ്പിലും വലിയ ഹൈപ്പും വൈബും പ്രതീക്ഷകളും ഒക്കെ തന്നെയാണ്. അതായത് നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ വിറച്ചു തുടങ്ങി. നരേന്ദ്രമോദിയുടെ സിംഹാസനം കുലുങ്ങി. അതുപോലെ തന്നെ ആണ് ഇപ്പോൾ അടുത്ത വർഷം ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. യോഗി എന്ന് പറയുന്ന ശരിക്കും BJPയുടെ ഐക്കോണായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വീഴ്ച അടുത്ത തെരഞ്ഞെടുപ്പിലും വരും. ആവേശഭരിതരാണ് ജനങ്ങൾ. ആവേശഭരിതരായിട്ടുള്ള ജനങ്ങൾ മാത്രമല്ല, അവരെ ആവേശം കൊള്ളിക്കുന്ന മാതൃഭൂമി, മലയാള മനോരമ തുടങ്ങിയ ദിനപത്രങ്ങളും. ഇതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി പാർലമെൻറ്റിൽ അദ്ദേഹം വീണ്ടും ഒരു കോമഡി ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ പറഞ്ഞാൽ ചുരമാന്തി നിൽക്കുന്ന ഒരു മുരട്ട് കാളെ അവിടെ കൊണ്ട് കെട്ടിയിരുന്നുവെങ്കിൽ പാർലമെൻറ്റിലും ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും കൂടുതൽ പ്രയോജനം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം ഈ പരീക്ഷാ പരിഷ്കരണ ബില്ല്, പരീക്ഷയിലെ ഈ അഴിമതിയും തടയുന്നതിനും അഴിമതി നടത്തുന്നവർക്ക് 10 വർഷം ഉൾപ്പെടെ കഠിനമായ ശിക്ഷയും പിഴയും നൽകുന്നതിനും അതിൻ്റെ നീതി നിർവഹണം 2 മാസം കൊണ്ട് പൂർത്തിയാക്കുന്നതിനുമുള്ള വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ദുർഭരണകാലത്ത് ഇതുവരെ വരാത്ത ഒരു ബില്ലിന്മേലുള്ള ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ പക്ഷേ അമിത്ഷായ്ക്കെതിരെയായിരുന്നു. അദ്ദേഹത്തിന് അറിയാം കേന്ദ്രത്തിലെ BJP ഭരണത്തിൻ്റെ വിജയത്തിൻ്റെ ശില്പികളിലൊരാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണെന്ന്. കാരണം കരുനീക്കങ്ങളിൽ അതിവിദഗ്ധനായിട്ടുള്ള ഒരു സേനാ നായകനെ പോലെയാണ് അദ്ദേഹം. ഈ പെല്ലറ്റ് കുട്ടികൾക്ക് നേരെ പ്രയോഗിക്കാൻ ഉത്തരവ് നൽകി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വളരെ വില കുറഞ്ഞ വാഗ്ദം. ഈ പെല്ലറ്റ് പ്രയോഗിക്കാൻ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാളിൻ്റെ ഉത്തരവ് വേണ്ട എന്നുള്ള വിവരം അല്ലെങ്കിൽ ഗുണദോഷം ആരുമില്ല അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് ഉത്തരവ് കൊടുത്താൽ മതി. അനുവാദം പോലീസാണ് നിർവഹിക്കുന്നത്. അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പെല്ലറ്റ് ഉപയോഗിക്കാം. എങ്ങനെയാണ്? വളരെ നിർണായകമായിട്ടുള്ളതും ഗുരുതരവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്, വകുപ്പുണ്ട്. അത് നിയമവിധേയമാണ്, നിയമവിരുദ്ധമല്ല. സുപ്രീം കോടതി പോലും അത് പറഞ്ഞിട്ടുണ്ട്, അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും വിവരം ഉണ്ടാകത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം മുരട്ടുകാളുകളുടെ മുമ്പിൽ വേദമോതിയിട്ട്, പോത്തിൻ്റെ മുമ്പിൽ വേദമോതിയിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ താൻ കടന്നിവിടെ ഗർജിക്കുകയും തൻ്റെ മസിൽസ്, കയ്യിലെ മസിൽസും അതുപോലെ തന്നെ വയറിലെ മസിൽസും എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്ന് വരെ നെഹ്റു കുടുംബത്തിലോ വേറെ ഏതെങ്കിലും പാവപ്പെട്ട കുടുംബത്തിലോ ഉള്ള ഒരു MP പോലും കാണിക്കാത്ത മാതിരിയുള്ള അന്തസ്സില്ലാത്ത ഡിഗ്നിറ്റി ഓഫ് ഡ്രസ്സിങ് എന്ന് പറയുന്നത് പാലിക്കാതെ നടത്തുന്ന ഈ പ്രകടനങ്ങൾ, അങ്ങനെയുള്ള പ്രകടനങ്ങൾ കൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി വിറയ്ക്കുകയാണ്. ഇദ്ദേഹത്തെ പേടിച്ചിട്ട് നരേന്ദ്രമോദി പാർലമെൻറ്റിൽ വരാതിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെ പേടിച്ചിട്ട് നരേന്ദ്രമോദി വരാതിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കാൻ ആർക്കും ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ട് ജനങ്ങളെ ആവേശഭരിതരാക്കുന്നുണ്ട് മാധ്യമങ്ങൾ. പക്ഷേ ഇതിന് ഒരു വലിയ അടി ഏൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 2-3 കാര്യങ്ങൾ ഉണ്ടായി. ഒന്നാമത് ഗവൺമെൻറ്റും ഇവരും, അതായത് എക്സിക്യൂട്ടീവും ഈ സമരക്കാരും തമ്മിലുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസുകൾ ഗവൺമെൻറ് പഴ്സ്യൂ ചെയ്യുകയില്ല. അതായത് ഗവൺമെൻറ് എക്സിക്യൂട്ടീവിൻ്റെ കീഴിലല്ല ഇന്ത്യൻ ജുഡീഷ്യറി വരുന്നത്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ സൗന്ദര്യം. പക്ഷേ ജുഡീഷ്യറിയുടെ ഒബ്സർവേഷൻ വേറൊന്നായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ടും യാതൊരു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെ നിങ്ങൾക്ക് വിട്ടയക്കാം. പക്ഷേ കുറ്റം ചെയ്തവരെ എന്ന് പറഞ്ഞാൽ അവിടെ പോക്കൃത്തരം, തെമ്മാടിത്തരം, അശ്ലീലം ഇതൊക്കെ കാണിച്ചവരെ
സ്ത്രീകളെ മൊളസ്റ്റ് ചെയ്തവരെ, ജേർണലിസ്റ്റുകൾക്ക് നേരെ സിപ്പൂരി നഗ്നതാ പ്രദർശനം നടത്തിയവരെ ഒന്നും വെറുതെ വിട്ടുകൂടാ. ഇവരൊക്കെ നാളെ നമ്മുടെ ക്രമസമാധാന നിലയ്ക്ക് മാത്രമല്ല സാമൂഹിക ഭദ്രതയ്ക്ക് കൂടി പ്രശ്നമായിരിക്കും. കാരണം കോടതിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ് വരും, വേറെ ഗവൺമെൻറ് പറയും, പക്ഷേ ജുഡീഷ്യറി അവിടെ ഉണ്ടായിരിക്കും. തലവേദന ഇപ്പം തന്നെ കേസുകെട്ടുകൾ കൊണ്ട് സമാധാനമില്ല. അവർക്ക് അവധിക്കാലത്ത് പോലും കേസുകൾ നിർവഹിച്ചാൽ പോലും ഇന്ന് 30 വർഷം എടുത്തിട്ടാണ് വിധികൾ വരുന്നത്. അങ്ങനെ കേസുകളുടെ വലിയൊരു കൂമ്പാരത്തിൻ്റെ മുകളിലിരിക്കുക. ഇപ്പോൾ കൂടുതൽ കേസുകെട്ടുകൾ വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെ പുറത്തേക്ക് വിട്ടാൽ കൂടുതൽ തലവേദന ഇവർ കോടതിക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ വിടണ്ട. അപ്പോൾ ഉടനെ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്താ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും ജുഡീഷ്യറിക്കെതിരെ. ഈ വിവരദോഷി ഈ ജുഡീഷ്യറിക്കെതിരെ സമരം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ഇവനറിയാമോ? ജുഡീഷ്യറിക്കെതിരെ പണ്ട് ഇന്ദിരാഗാന്ധി സമരം ചെയ്തു. അവർക്ക് എന്താണ് സംഭവിച്ചത്? റായ്ബറേലിയിലും അമേത്തിയിലും എന്താണ് സംഭവിച്ചത്? അതിൻ്റെ പാഠങ്ങൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഓർമ്മയില്ല. കാരണം ജനിച്ച് അതിലൊരു വലിയൊരു വൈരുദ്ധ്യമുണ്ട് കേട്ടോ. ഈ ജെൻസി എന്ന് പറയുന്നത് അതിൻ്റെ പ്രായപരിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 1997-നും 2012-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കും. അത് കഴിഞ്ഞുള്ളവർ കൊച്ചു പിള്ളേരാണല്ലോ. അതെ. പക്ഷേ ഈ മനുഷ്യൻ ജനിച്ചിരിക്കുന്നത്, ദീപ്കെ എന്ന് പറയുന്ന ആൾ ജനിച്ചിരിക്കുന്നത് 1995 സെപ്റ്റംബർ 29-നാണ്. എന്ന് പറഞ്ഞാൽ ഇയാൾ അൺക്വാളിഫൈഡ് ആണ്. ഈ കോക്രോച്ച് അല്ല ഇയാള്, ജെൻസി പെടുന്ന ആളുമല്ല. 31 വയസ്സുമുണ്ട്. അയാളെ ഇപ്പോൾ കാണാനുമില്ല. രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ അനുകരിക്കുകയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. കാടാറ് മാസം നാടാറ് മാസം എന്ന് പറയുന്ന പോലെ ദേശത്ത് 6 മാസം, വിദേശത്ത് 6 മാസം. വിദേശത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും ഒരു പിടിയും ഇല്ലാത്ത അവസ്ഥ. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഈ ജന്തർ മന്ദറിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് അദ്ദേഹം 5 സ്റ്റാർ ഹോട്ടലുകളിലേക്ക് പോകും. പാവം സോനം വാങ്ചുക്ക് അവിടെ പോയി പെട്ടുപോയി. അതെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം. പിന്നെ മാത്രമല്ല സാർ ഇപ്പോൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഈ കോക്രോച്ച് പാർട്ടിയുടെ പാറ്റകളുടെ വ്യക്താവുന്ന ഒരു വ്യക്തി ഇപ്പോൾ പ്രസിദ്ധനാണ്, സൗരവ് ദാസ്. ആ വ്യക്തി ഈ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് പരസ്യമായി പറഞ്ഞത് ഇറ്റ് ഈസ് അൺഅക്സെപ്റ്റബിൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ജുഡീഷ്യറി, ഈ ഭരണഘടനയുടെ 3 സ്തംഭങ്ങളും നമ്മുടെ ഭീംറാവു അംബേദ്കറും രാജേന്ദ്ര പ്രസാദും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും എല്ലാം കൂടി അടങ്ങുന്ന, കേരളത്തിൽ നിന്നുള്ള ജാനകി, ഇവരെല്ലാം കൂടി അടങ്ങുന്ന ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കിയത് ഇയാൾ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ലെന്ന് തന്നെയാണ് ഭരണഘടന. ഭീം ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും അംബേദ്കറിനെ ഉദ്ദേശിച്ച്. അപ്പോൾ ഇത്ര വിവരദോഷികളും കാര്യങ്ങളെക്കുറിച്ച് ഒരു ജ്ഞാനവും ചരിത്രബോധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് നയിക്കുന്നത്. എന്ന് മാത്രമല്ല ഇവരെല്ലാം ഓർക്കേണ്ട ഒരു പെല്ലറ്റ് എന്നും പറഞ്ഞ് പാർലമെൻറ്റ് സംഭവിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യയുടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ തന്നെ ഭാഗമായ ഒരു സ്ഥലത്ത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 100-ലേറെ പേരെയാണ് പട്ടാളം കൊന്നു കൂട്ടിയിരിക്കുന്നത്. അതെ, അതായത് ഹെലികോപ്റ്ററിലൊക്കെ പട്ടാളത്തിൻ്റെ ക്രൂരകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സമാധാനപരമായിട്ട് പ്രകടനം നയിച്ചു, ലോങ് മാർച്ച് എന്നാണ് അതിന് പേരിട്ടത്. ആ സമരത്തിന് നേരെയാണ് അവർ ഈ പ്രകടനം, ഈ തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള തോക്ക് വെച്ചുള്ള വെടിവെപ്പ് നടത്തിയത്. കാശ്മീരിലെ ജനാധിപത്യം തകർന്നു, അവരുടെ സ്വയം നിർണാവകാശം തകർന്നു എന്നൊക്കെ പോയി പറഞ്ഞ അരുന്ധതി റോയ് എന്ന് പറയുന്ന പെർവേർട്ടഡ് ജീനിയസ് എന്തോ ഒരു അക്ഷരം ഇന്ന് വരെ വേണ്ടിയിട്ടില്ല. അഖണ്ഡ ഭാരതത്തിൻ്റെ, അതായത് ഇന്ത്യയുടെ മാപ്പിലുള്ള സ്ഥലങ്ങളിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു വാക്ക് വേണ്ടിയിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ UN-ലെ അംബാസഡർ മാത്രമേ ഉണ്ടായുള്ളൂ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി. ഈ ബുദ്ധിജീവികളോ ഈ കോക്രോച്ചുകളോ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അത്തരം ഒരു ആക്രമണത്തെക്കുറിച്ച് ഒരു ആക്ട് പറഞ്ഞിട്ടുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒത്തുകളിയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ പോലെ അല്ല, വോട്ട് ചോരിയൊന്നും അല്ല, അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള 2 ഘടകകക്ഷികൾ, അതിലൊന്ന് പ്രതിപക്ഷമാവും, ഒന്ന് ഭരണപക്ഷിയാവും. എല്ലാ പ്രാവശ്യവും അങ്ങനെ. ഇമ്രാൻ ഖാൻ്റെ ഇൻസാൻ പാർട്ടി, താരിഖ് ഇൻസാൻ പാർട്ടി ഇത് ബഹിഷ്കരിച്ചിരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരാൾ പ്രതിപക്ഷമോ ഒരാൾ നവാസ് ഷെരീഫ് ആയിരിക്കും പുതിയ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ആ രീതിയിൽ തുടരും. ഈ കള്ളത്തരത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പിന്മാറും. അപ്പോൾ വ്യാജമായിട്ട് ലോകത്തിനെ
പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഫ്രോഡായിട്ടുള്ള ഒരു ഇലക്ഷനാണ് അവിടെ നടക്കുന്നത്. അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ച് വെടികൊണ്ട് വീഴുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ, നമ്മുടെ ഭൂപടത്തിലുള്ള ഒരു രാജ്യത്തിൽ നടക്കുക. ഒരൊറ്റ വാക്ക് ഇവിടുത്തെ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ്റെ തല തല്ലി ചതച്ചാൽ, അവിടെ സ്ത്രീകളെ പത്രപ്രവർത്തകരെ ഉൾപ്പെടെ മൊളസ്റ്റ് ചെയ്താൽ, പിന്നെ പെല്ലറ്റ് അല്ലാതെ പിന്നെ എന്തോ ഉമ്മ കൊടുക്കണോ ഇവർക്ക്? അതാണോ വേണ്ടത്? പോലീസ് അങ്ങനെ ആയിരിക്കണോ? രാഹുൽ ഗാന്ധിയുടെ ഗവൺമെൻറ് അങ്ങനെ ആയിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുക? നിങ്ങൾ എന്തൊന്നായി പറയുന്നത്? ഇപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറേ പേരിപ്പോൾ ഈ മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ തലക്കെട്ടുകൾ രോമാഞ്ചജനകമാണ്. അത് കണ്ടിട്ട് പറയുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി അടുത്ത വർഷം 2027 തിരഞ്ഞെടുപ്പ് വരിക, യോഗി വിറയ്ക്കും വീഴും സങ്കല്പിച്ചിരിക്കുക, എന്നിട്ട് NC അവിടെ അധികാരത്തിൽ വരുമെന്ന്. അതുപോലെ തന്നെയാണ് പിന്നെ മോദി ഇപ്പോൾ തന്നെ പേടിച്ചിരിക്കുക. ഇന്ന് മാത്രമല്ല, ഒരു പത്രം എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, IC ഘോഷിനെ പേടിച്ചിട്ട് IC ഘോഷ് വിറപ്പിച്ചു. ഒരു അന്തിച്ചർച്ചക്കാരനാണ്, ഒരു വെർബൽ ഡയറിയ ഉണ്ടാക്കുന്ന ഒരു അന്തിച്ചർച്ചക്കാരൻ വന്നിരുന്ന് അവൻ്റെ വിവരദോഷം പറയുക, അസംബന്ധം. അവൻ പറയുന്നത് IC ഘോഷ് മോദിയെ വിറപ്പിച്ചു എന്ന്. ഈ മോദി അറിഞ്ഞിട്ട് പോലും ഇല്ല. കൽക്കട്ട കോടതി പുറപ്പെടുവിച്ചു ഒരു വാറണ്ട് നടപ്പിലാക്കുക എന്നുള്ള അവരിൽ അർപ്പിതമായ ചുമതല അവർ നിർവഹിക്കുക. അപ്പം നമ്മൾ ഈ സ്റ്റുഡിയോയിലിരുന്ന് നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നു. നരേന്ദ്രമോദി ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലൊരു കാര്യമുള്ളൂ. അവിടുത്തെ CPM-ന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ദേശീയ പാർട്ടി പോലും ഇല്ല. ഗവൺമെന്റിന്റെ ഔദാര്യം കൊണ്ട് ആ സ്ഥാനം നിലനിർത്തുക, ദേശീയ പാർട്ടിക്ക് ഉള്ളത്രയും പ്രാധാന്യം പോലും ഇല്ലാത്ത. ഡൽഹി പോലീസുകാര് CPM-ന്റെ ഓഫീസാണെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. പക്ഷെ ദേശീയ പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അവരാകെ ആശയക്കുഴപ്പത്തിലായി. ഇതേതാണ് ഈ ദേശീയ പാർട്ടി? ആ ഒരു കൺഫ്യൂഷനിലാണ് അവർ തിരിച്ചു പോയെന്നൊരു തമാശ പോലും ഇപ്പോൾ CPM എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടോ എന്ന് പോലും പോലീസുകാർക്ക് അറിയത്തില്ല. കോക്രോച്ച് പാർട്ടിയെ പറ്റി അതിനേക്കാളും അറിയാം. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് ബ്രിട്ടാസ് അവിടെ നാടകം കളിച്ചു. ഈ ബ്രിട്ടാസെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നല്ല നാടകം കളിച്ചു, അവരെ അറസ്റ്റ് ചെയ്യണ്ട, അവരവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് പോയല്ലോ. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നിരോധിത മേഖലയൊന്നുമല്ല. ഇതേ നിങ്ങൾ തന്നെ പ്രധാനമന്ത്രിയുടെ വസതി, അത് നിരോധിത മേഖലയാണ്. അവിടേക്ക് നിങ്ങൾ പോയത് എന്ത് അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് എന്താ അവകാശം അവിടെ ഉള്ള? MP ആയതുകൊണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ടോ? നിങ്ങൾക്കില്ല. പോലീസിന് നിങ്ങളുടെ ഓഫീസിൽ കയറാൻ അവകാശമില്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിനും മറ്റ് MP-മാർക്കും രാഹുൽ ഗാന്ധിക്കും ഒന്നും നിരോധിതമായിട്ടുള്ള ഹൈ സെക്യൂരിറ്റിയുള്ള ഒരു മേഖലയിൽ അതിക്രമിച്ച് കയറിയത് അത് നിയമവിരുദ്ധമാണ്. ഈ നിയമവിരുദ്ധ പാഠങ്ങളാണ് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അവർ കുറ്റക്കാരിയാണെങ്കിൽ വാറന്റോടെ കൂടിയാണ് പോലീസ് വന്നത്. എന്നിട്ട് പോലീസിന്റെ ഡ്രസ്സ് ശരിയായില്ല, കാറിന് നമ്പറില്ല. നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? അത് വാറന്റ് ഉണ്ടോ? വാറന്റ് കോടതിയുടെ വാറന്റുമായിട്ട് വന്നത്. നിങ്ങൾ ധിക്കരിച്ചിരിക്കുന്ന വാറന്റിനെയാണ്, ഇന്ത്യൻ ഭരണഘടനയാണ് വാസ്തവത്തിൽ, അല്ലേ? ഇപ്പോൾ കോടതിയിൽ നിന്നൊരു ആശ്വാസം കിട്ടി, വിജയിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിന്റെ ഒരു പശ്ചാത്തലം പ്രേക്ഷകരോടൊന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ കോടതി തന്നെ ഈ മാർച്ച് നടത്തിയതും JNU സെർവർ റൂം തല്ലിപ്പൊളിച്ചതുമായിട്ടുള്ള പല കേസുകളിൽ പല വാറന്റുകൾ അയച്ചിട്ടും ഹാജരാകാതിരുന്നതിന്റെ പേരിൽ കോടതി പുറപ്പെടുവിപ്പിച്ചൊരു വാറന്റാണ്. ഒടുവിൽ അവിടെ ചെന്ന് 1000 രൂപ പിഴയും അടക്കി ഇനി ഞാൻ മര്യാദയ്ക്ക് കൃത്യമായി വന്നുകൊള്ളാമെന്ന് സമസ്താപരാധം പറഞ്ഞതിന് ശേഷമാണ് മാപ്പ് പറഞ്ഞത്. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞതും കോടതി, എല്ലാം തീരുമാനമായി അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞതും കോടതി. അല്ലാതെ ദില്ലി പോലീസിന് ഇതിന് ഇതൊന്നുമില്ല. ഇതിന്റെ അകത്ത് യാതൊരു ഉത്തരവാദിത്വവുമില്ല. കോടതി പറഞ്ഞു, അവർ ചെയ്യുന്നു, അത്ര തന്നെ. മാതൃഭൂമിയും മനോരമ എഴുതുന്ന കണ്ട ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുകൊണ്ട് കോടതി പേടിച്ചിട്ട് വാറന്റുമായിട്ടാണ് വന്നത്. വാറന്റ് ക്വാഷ് ചെയ്തത് ഇവർ എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ടാണ്, പിഴ അടച്ചത് കൊണ്ടാണ്. കോടതി അലക്ഷ്യമാണ്, കോടതി വിളിച്ചാൽ ചെല്ലാതിരിക്കുക എന്ന് പറഞ്ഞത്. സാർ ഈ പറഞ്ഞതിനെ ഞാനൊന്ന് ഒരു സംഭവമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് സാറിന്റെ മുമ്പിൽ ഒരു സാഹചര്യം അവതരിപ്പിക്കുകയാണ്. ഈ ഇപ്പൊ സാർ പറഞ്ഞല്ലോ ഒരു മുന്നുദാഹരണമായിട്ട് ഇവർ കാണിച്ചു കൊടുത്തത് ലോക്കൽ ലാൻഡ്മാർക്ക്, 7th ലോക്കൽ ലാൻഡ്മാർക്ക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ അനധികൃതമായി ഇവർ നടത്തിയ പ്രതിഷേധം. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ അതിനെ അനുകൂലിക്കുന്നവരാണ്. ഇവരൊരു മുന്നുദാഹരണമായി വിദ്യാർത്ഥികൾക്കും അവരുടെ യുവജന സംഘടനകൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടുകൂടിയല്ലേ ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 60 ദിവസം കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടാതെ ഇവരുടെ അണികൾ അകത്ത്. സംശയം എന്താ? അവിടെ പാർട്ടി ഓഫീസിൽ പറയുമായിരുന്നു, സഖാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിന് വന്നിരിക്കുന്നു, അതെന്തോ നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്ന് വെച്ചാണ് സഖാക്കളെല്ലാം കൂടെ വന്ന് കാണിച്ച് ഇപ്പൊ കിടന്ന് നട്ടം തരിക. വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ, അവിടെ വെളിച്ചം കാണാതെ ജയിലിന്റെ ഇരുട്ടറകളിൽ കിടന്നുകൊണ്ട് ജാമ്യത്തിന് ഇപ്പൊ പോയിരിക്കുക, ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുക. പില്ലർ ടു പോസ്റ്റ് ആൻഡ് പോസ്റ്റ് ടു പില്ലർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക, അനുഭവിക്കുകയാണ് അവരെ കിടന്ന്. അവർ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്. ഈ
കാരണം അവര് മനസ്സിലാക്കാത്തൊരു കാര്യം, ജോൺ ബ്രിട്ടാസിന് MP എന്നുള്ള ഒരു സംരക്ഷണയുണ്ട്, അവർക്കതില്ല എന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ഈ പറഞ്ഞതുപോലെ ധീരനാണ് എന്ന് പറഞ്ഞ് ഇവിടെ മാസ് ഡയലോഗ് ഒക്കെ ഇട്ടാണ്, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടാണ് ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. അത് കണ്ട് ആവേശഭരിതരായിട്ട് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇറങ്ങുന്ന അണികളുടെ ഭാവി ഇപ്പൊ അവരെ മനസ്സിലാക്കുമ്പോൾ ഡൽഹിയിലെ ഈ ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്ത പലരും ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് പ്രധാനമന്ത്രിയുടെ നേരെ F എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ ആ തെറി വാക്കുണ്ടല്ലോ, ഞാനിവിടെ ആവർത്തിക്കുന്നില്ലത്, ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ തെറി, ആ പറഞ്ഞ ആള്, ആ പെൺകുട്ടി പരസ്യമായിട്ട് അതിന് മാപ്പ് ചോദിച്ചു. അതുപോലെ രാമനെ അപമാനിച്ചുകൊണ്ട് മതനിന്ദ നടത്തിയ ആള് പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചു. നമ്മുടെ പട്ടാളത്തെ അപമാനിച്ചവർ പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചു. അങ്ങനെ അവരെല്ലാം കൂടി പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് പൈസ തന്നു, അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോ കൊടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്തു, കൂട്ടത്തിൽ നിന്നപ്പോൾ ചെയ്യൂ എന്ന് പറഞ്ഞു നിർബന്ധിച്ചു. അങ്ങനെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. സാറ് നേരത്തെ പറഞ്ഞ പ്രസക്തമാകുന്നത് കാരണം സ്വന്തമായിട്ട് ചിന്തിക്കുവാൻ കഴിവില്ലാത്തൊരു തലമുറയാണോ ഇതെന്ന് തോന്നിപ്പോകും ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. ആദ്യം ആവേശത്തിൽ എടുത്തു ചാടുക, പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകൾ വരുമ്പോൾ അതിനെ നേരിടാൻ പ്രാണിയില്ലാതെ കരഞ്ഞു നിലവിളിച്ച് നെഞ്ചത്തടിച്ചുകൊണ്ട് പക്ഷേ അതുകൊണ്ട് ട്രോമയിലേക്ക് പോവുകയാണ്. സാറിന്റെയും എന്റെയും ഒക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഈ ട്രോമ എന്നുള്ള വാക്ക്, ആങ്സൈറ്റി, ഇതെല്ലാം കേട്ടിട്ടെങ്കിലും ഉണ്ടോ? അതെ, നമ്മൾ നേരിട്ടു ധീരമായിട്ട് ഇരുണ്ട ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ലോങ് മാർച്ച് നടത്തി, നമ്മൾ വിജയിച്ചു. അതാണ് യുവത്വത്തിന്, ആ പ്രസരിപ്പിന് ഉള്ള ചലഞ്ച്. വി ഷാൽ ഓവർകം എന്നുള്ളതാണ്. ഇവിടെ കണ്ടെന്ന് എല്ലാം മോദിയുടെ തലയ്ക്ക് കൊണ്ട് വെച്ചിട്ട് എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? തൊഴിലില്ലായ്മ. അതിനെതിരെയാണോ? തന്നെയല്ല. ഈ സാറേ, എപ്പോഴാണ് ഇവർ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദം മുഴക്കാൻ തുടങ്ങിയത്? ഇവർ വന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നോ? കോക്രോച്ച് ഒന്നും നിങ്ങളെ വിളിച്ചത് സൂര്യകാന്ത് എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പറയുമ്പോൾ ഒരു നിരീക്ഷണമാണ്, ഒരു വിധിയല്ല. അതിനെതിരെയാണ്. അതൊരു കാര്യം ഈ പറയുന്നിടത്തെല്ലാം നമ്മൾ വ്യക്തത വരുത്തുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം രാജ്യത്തെ യുവജനങ്ങളെ അല്ല വിളിച്ചത്, ഒരു പണിയുമില്ലാതെ നടന്ന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് അഭിഭാഷകരായിട്ട് കോടതിയുടെ വ്യവസ്ഥയ്ക്കുള്ളിൽ കടന്നു കൂടുന്നവരെയാണ് അദ്ദേഹം കോക്രോച്ച്. എക്സാക്ട്ലി. അവിടെ പ്രശാന്ത് ഭൂഷൺ ഉണ്ട്, കപിൽ സിബൽ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ ഉപദേശിച്ചു. അപ്പൊ കപിൽ സിബൽ അവരെ ഇങ്ങനെ ആവേശഭരിതനാകുന്നുണ്ട്. വാ, ഞാൻ ഒരു കോടി രൂപ വെച്ച് തരാം, അങ്ങോട്ട് കൊടുത്താൽ ഞാൻ കേസ് നടത്താം, എന്തിനാ ഇത് എന്ന് പറഞ്ഞാൽ പല കോടിയായിട്ട് തിരിച്ചു കിട്ടും ഇതുപോലുള്ള കേസുകൾ വരുമ്പോൾ. തന്നെ മാത്രമല്ല സർ, കപിൽ സിബലിന്റെ കാര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കപിൽ സിബൽ വളരെ കാലം മുമ്പ് തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നു. കപിൽ സിബൽ കോൺഗ്രസിൽ തന്നെ അങ്ങോട്ട് കാശ് കൊടുത്ത് കയറിയ ഒരാളാണെന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നു. വളരെ കാലം മുമ്പ് തന്നെ രാജ്യമൊട്ടാകെ ലോയർമാരുടെ, അഭിഭാഷകരുടെ ഒരു സംഘം, ഒരു കൺസോർഷ്യം എന്നൊക്കെ പറയില്ലേ, കപിൽ സിബലിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് പൊളിഞ്ഞുപോയി. അതിന്റെ ഒരു പുനർജീവനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലൊരു കൺസോർഷ്യം വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, അതുകൊണ്ട് കപിൽ സിബലിനുള്ള ഒരു ഗുണം ഈ കാശ് വരുന്നത് മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ട് സമ്മർദ്ദം ചെലുത്തുവാനായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ഒരു വികസന പദ്ധതി കൊണ്ടുവരുന്നു, ഈ കൺസോർഷ്യം അതിനെതിരെ ഒരു ഹർജി കോടതിയിൽ ഫയൽ ചെയ്യുന്നു, തടസ്സപ്പെടുത്തുവാൻ സാധിക്കും. അവിടെ ഒരു വിലപേശലിനുള്ള സാധ്യത തുറന്നു കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വേറൊരു സംശയിക്കേണ്ടിയിരിക്കുന്നത്, ജോർജ് സൊറോസിന്റെ പണം കിട്ടുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. ഈ കേസുകൾ ഏറ്റെടുത്താൽ കോടിക്കണക്കിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്ത് കേസ് വാങ്ങിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ? ഈ കപിൽ സിബൽ എന്ന് പറയുന്നത് വിശ്വസ്തനെയല്ല, കോൺഗ്രസിന് തന്നെ അറിയാം, റിലയബിൾ അല്ല. അതുപോലെ വേറൊരുത്തരാണ് തുരപ്പം പണിക്ക് വേണ്ടി അവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്, യോഗേന്ദ്ര യാദവ്. വേറൊരുത്തരാണ് പ്രശാന്ത് ഭൂഷൺ. ഇന്ത്യയുടെ വളർച്ച തടയാൻ, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് തടയാൻ ഈ മോദി ഇരുന്നാൽ അത് തടയാൻ പറ്റില്ലെന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് തടയണയിടാൻ വേണ്ടിയിട്ട്, തടയണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, കുൽസിത പ്രവർത്തനങ്ങൾ നടക്കുന്ന തുരപ്പന്മാരാണ് ഇവരെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ തുരപ്പൻ പണിയുടെ ഭാഗം കൂടി ചേർന്നതായിരുന്നു ഈ സമരം എന്നുള്ളത്. ഈ സമരത്തിന് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഒരു ചക്ക വീണു മുയൽ ചത്തു, അതുകൊണ്ട് ഈ വീഴുന്ന ചക്കകളുടെ എല്ലാ അടിയും മുയൽ വിടും എന്നുള്ള വിചാരം വേണ്ട. ഇനി ഒരു രണ്ടാം രാജേഷ് ടിക്കായിട്ടുമായിട്ടൊക്കെ വലിയ കൊളാബറേഷൻ നടത്തിക്കൊണ്ട് ലഹള ഉണ്ടാക്കാൻ പോവുക. രാജേഷ് ടിക്കായിട്ട് തലകുത്തി നിന്നാലും അയാൾ സമരം നടത്തിയിട്ട് എന്താ, അയാളെ ജനങ്ങൾ തോപ്പിച്ചു വിട്ടു. അതിനേക്കാൾ തിക്തമായ അനുഭവങ്ങൾ രാമനെ ഇപ്പൊ ആ രാമനെ നിന്ദിച്ചവര്, രാമനെ അപമാനിച്ചവരിപ്പോ ശ്രീരാം, ജയ് ശ്രീരാം എന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇനി അവരെ പറ്റിക്കാൻ പറ്റില്ല, അവരെ ഇനി ചതിക്കാൻ പറ്റില്ല. എന്താ അവരുടെ പ്രശ്നം? അവർക്ക് വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ടോ വീസയോ കിട്ടാത്ത ഒരു അവസ്ഥയിലാക്കി നിങ്ങൾ ചതിച്ചു. അതാണ് ജൻസിയോടെ നിങ്ങൾ ചെയ്തത്. അതെ,
സാർ ഈ ഒരു വിജയം എന്ന് പറഞ്ഞില്ലേ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ സാറേ ഞാനൊന്ന് ചോദിക്കട്ടെ, ധർമ്മേന്ദ്രൻ പ്രധാൻ പോയി കഴിഞ്ഞിട്ട് ആരാ വന്നേ? അഭിജിത് ദേബ്കെയാണോ? കോക്രോച്ച് പാർട്ടിയുടെ ആളാണോ? അല്ല ഒന്നാന്തരം അതിനേക്കാൾ ഒന്നാന്തരം BJP-കാരൻ വന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കഴിവുള്ളവര്. കാതുകുത്തിയവൻ പോയാൽ കടുക്കലിട്ടവൻ വരുമെന്നുള്ള അതുപോലെ അതെ, കോൺഗ്രസിനെ പോലെ അധികാരത്തിൽ കടിച്ചിരുന്ന അഴിമതി നടത്താൻ വേണ്ടി നടക്കുന്നവരല്ല. അവര് ചെയ്യുന്നത് സേവനമാണ്, കഷ്ടപ്പെട്ടിട്ടുള്ള സേവനമായിരുന്നത്. കുറച്ച് വിശ്രമം കിട്ടും അദ്ദേഹത്തിന്. രാജ്യത്തിന് വേണ്ടി അങ്ങനെ കടന്ന് കഠിനാധ്വാനം നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ തകർന്നു പോകാതെ വീണ്ടും വീണ്ടും യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന ട്രംപ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പാക് ഓക്കുപൈഡ് കാശ്മീരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, നരനായാട്ട്, പണ്ട് കാശ്മീരിൽ ഭീകരവാദികൾ നടത്തിയതുപോലുള്ള നരനായാട്ട്, ഭീകരവാദം, ഇതൊക്കെയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ത്യയുടെ വില കൂടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ E20-ക്കെതിരെ സമരവുമായിട്ട് വരാനുള്ള പദ്ധതികളുണ്ട്. അതുപോലെ ഇനി നമുക്ക് രാഷ്ട്രീയ ഒരൊറ്റ കാര്യം കൂടെ, 2047 വികസിത ഭാരതമായിട്ട് ഇന്ത്യയെ മാറ്റാനുള്ള ഒരു യജ്ഞത്തിലാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ കൈകൾ തളർത്താനുള്ള ശ്രമം ആര് നടത്തിയാലും ഇന്ത്യയുടെ വികസനം നടത്താനുള്ളതായിട്ട് ഈ ദേശീയവാദികൾ, ഞാൻ ഉൾപ്പെടെ കരുതത്തുള്ളൂ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നിങ്ങൾ എന്നെ എന്ത് ചീത്ത പറഞ്ഞു, എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഒരു പ്രശ്നമില്ല എന്ന് മാത്രമേ, രാഷ്ട്രം മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്നോട്ട് വലിക്കാൻ ഇത്രയും കാലം 70 വർഷക്കാലം ഈ രാജ്യത്തെ നരകത്തിൽ ആളുകൾക്ക് കക്കൂസ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതിരുന്ന ഒരു നാണം കെട്ട ഭരണകൂടത്തിൽ നിന്ന്, ഒരു ഭരണവ്യവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് കുറച്ച് അവസരം കൂടി കൊടുക്കൂ. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഇതിപ്പോൾ നീറ്റിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിച്ചതിൻ്റെ പേര് നിങ്ങൾ സമരം തന്നു. നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവ വന്നത് സമരം നടത്തിയത്? നിങ്ങൾ പറഞ്ഞത് റിട്ടയർഡ് ജഡ്ജിമാർക്ക് പോസ്റ്റ് കൊടുക്കരുത്, അക്കൗണ്ടബിലിറ്റി ഫോർ വോട്ടേഴ്സ് ലിസ്റ്റിൽ, ചുരുക്കി പറയുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റിയാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. അതുപോലെ തന്നെ അദാനിയും അംബാനിയും നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിരോധിക്കണം. ഇത് ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ്. കാരണം ഒരു പത്രം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ ജനാധിപത്യം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്ത കാര്യങ്ങൾ ചെയ്യാനാണ്. വിവരമുണ്ടോ നിങ്ങൾക്ക്? ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ വിവരമുള്ളവരെങ്കിലും കാണിക്കുകയെങ്കിലും വേണോ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞ അതുപോലെ 20-year ബാൻ ഓൺ ഡിഫക്റ്റ് ചെയ്ത ആൾക്കാരെ, അതായത് കൂറുമാറിയ ആൾക്കാരെ 20 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ, അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞു, 50% റിസർവേഷൻ സ്ത്രീകൾ കൊടുക്കണമെന്ന്, പൂർണ്ണമായിട്ടും യോജിപ്പിക്കുന്നു. നല്ല കാര്യമാണ്. അതായിരുന്നു നിങ്ങൾ മുദ്രാവാക്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സാമൂഹിക പരിഷ്കാരം. അല്ല ഒരു ഗവൺമെന്റിനെതിരെ, ഒരു വ്യക്തിക്കെതിരെയായി പോയി. ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ള വ്യക്തിക്കെതിരെയായിരുന്നു ഇവിടെ സമരം. അങ്ങനെയായിട്ടല്ലേ ചുരുങ്ങിയിരിക്കും. അദ്ദേഹം രാജിവെച്ചപ്പോഴേ സമരം പിൻവലിച്ചു. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ 50% അല്ല 30% സംവരണം കൊണ്ടുപോകാൻ മോദി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുക. നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അല്ല ജോർജ് സൊറോസിനെ പോലെ അവരോടെയുള്ള പണം വാങ്ങിച്ചാണ് നിങ്ങൾ സമരം നടത്തുന്നെങ്കിൽ വേണ്ട, നിങ്ങൾ പിന്തുണയ്ക്കേണ്ട. അല്ലാതെ അതെങ്ങനെ ദേശീയവാദികൾക്കറിയാം അതെങ്ങനെ വിജയിപ്പിക്കണമെന്ന്. നിങ്ങൾ ദേശീയവാദികളുടെ മുമ്പിൽ വീണ്ടും ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തതുപോലെ നിങ്ങളെ പരാജയപ്പെടുത്തും ദേശീയവാദികൾ. ഒരു സംശയവും വേണ്ട അതിന്. നിങ്ങൾക്ക് കുഴലൂത്ത് നടത്തുന്ന കൊമ്പ് വിളിക്കുന്നവരും ആൾക്കാരെയും പരാജയപ്പെടുത്താനുള്ള ദേശീയ ശക്തി ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. ആ ഒരു സംശയവും വേണ്ട. ഇനി രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വിജയപരാജയങ്ങൾ വേണമെങ്കിലൊന്നും നോക്കാം സർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അവരുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണെന്ന് തൽക്കാലം നമുക്കൊരു വാദത്തിന് വേണ്ടിയിട്ട് സമ്മതിക്കാം. തിരിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കാര്യത്തിലോ, അവരുടെ ഐക്കണായിരുന്ന സോനം വാങ്ചുക് ഇപ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തി നടക്കുകയാണ്. അവരുടെ ഈ സൗരവ് ദാസിന് മുമ്പ് തലപോയി മുമ്പ് വക്താവായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, വിജയദ ദാഹിയ, ബർഗർ കഴിച്ചതിന് പുറത്തായ ഒരു വ്യക്തി. അവരുടെ 2 വിക്കറ്റാണ് പോയത്. ഇവിടെ അവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെ 1 വിക്കറ്റല്ലേ പോയിട്ടുള്ളൂ. ആരാ ജയിച്ചത്? എന്നിട്ട് ഈ വിക്കറ്റ് പോയതിന് പകരം സാറ് ചോദിച്ചതുപോലെ അഭിജിത് ദീപ്കെ അല്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രിയായത്. എന്തിന്? സോനം വാങ്ചുക് അല്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രിയായത്. ജോൺ ബ്രിട്ടാസ് അല്ലല്ലോ. ജോർജ് സൊറോസിന്റെ ഏതെങ്കിലും നോമിനി അല്ലല്ലോ ആയത്. ഇവർ പറയുന്ന അംബാനിയുടെയും അദാനിയുടെയും നോമിനി എന്ന് വേണമെങ്കിൽ ഇവർക്ക് ആരോപിക്കാവുന്ന ഒരാൾ തന്നെയല്ലേ വിദ്യാഭ്യാസ മന്ത്രിയായ? അവരുടെ ആരോപണമാണ്, ഞാൻ പറയുന്നതല്ല. അങ്ങനെയല്ലേ ആരോപണമായത്? അപ്പൊ വിജയിച്ചത് ആരാണ് ഇതില്? ഇനി കേസുകളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അന്ന് ആദ്യം മുതൽ തന്നെ ഇവരുടെ ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു വിദ്യാർത്ഥികളുടെ മേൽ നടപടികളൊന്നും ഉണ്ടാകില്ല. അതിൽ തന്നെയല്ലേ സർക്കാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം, ക്രിമിനലുകളെ വെറുതെ വിടുകയില്ല. സുപ്രീം കോടതിയും അത് തന്നെയല്ലേ പറഞ്ഞത്. ഗവൺമെന്റ് പറഞ്ഞാലും സുപ്രീം കോടതി സമ്മതിക്കില്ല, അതാണ് പ്രശ്നം. അതെ. പിന്നെ ഇപ്പോൾ ഡൽഹി പോലീസ് ഒരു പുതിയ വ്യവസ്ഥയും കൂടി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കേക്കിന്റെ മുകളിൽ ചെറി വെക്കുക എന്ന് പറയുന്നത്. ഡൽഹി പോലീസ് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മേൽ ഞങ്ങൾ ഒരു നടപടിയും
ഇനി ആയിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതവരുടെ പേരിൽ അറസ്റ്റ് ചെയ്തവരെല്ലാം ഞങ്ങൾ വെറുതെ വിടുകയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ ഞങ്ങൾ വെറുതെ വിടുന്ന ആളുകളുടെ പേരിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതുമായി ഞങ്ങളെ സമീപിക്കാൻ പാടില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും സമീപിക്കാം. അതിനായിട്ടൊരു പ്രത്യേക സെല്ല് തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഈ ദേശീയവാദികൾ വീണ്ടും പ്രസക്തരാകാൻ പോകുന്നത്. ജയ്പൂർ ഡയലോഗ്സ് ഉൾപ്പെടെയുള്ളവർ ഏത് FIR ക്ലോസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഏത് കേസ് പിൻവലിക്കുന്നോ അതിനെതിരെ പബ്ലിക് ലിറ്റിഗേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ എല്ലാം ആൻറ്റിസിഡൻസ് 2800 കുറ്റവാളികളെ ഡൽഹി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കോക്രോച്ച് പാർട്ടി വലിയൊരു സഹായം ചെയ്തു ഗവൺമെൻറ്. ഇത്രയും ക്രിമിനലുകളെ തെരഞ്ഞുപിടിച്ച് പോകാതെ ഒറ്റയടിക്ക് മുഴുവൻ പേരുടെയും മുഴുവൻ റെക്കോർഡ്സും പോലീസിൻ്റെ കയ്യിലുണ്ട്. കാരണം അവരെ ഈ പറയുന്ന തോക്ക് ചൂണ്ടിയപ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങളുടെ ആൻറ്റിസിഡൻസ് മുഴുവൻ പൂർവ്വകാല ചരിത്രം ഉൾപ്പെടെ നിങ്ങൾ എന്ത് ക്രൈം ബലാത്സംഗക്കാരുണ്ട് സാറേ, അതിൽ ബലാത്സംഗികൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് നയിച്ചത്. അതെ, അങ്ങനെയുള്ള സമരം നയിച്ചവരെയാണ് അവരെ പാവങ്ങളാണ് ഡൽഹി പോലീസിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നിരപരാധികളാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതെ, അതാണ് പറയുന്നത്. ഇവർ ക്രിമിനൽസ് ഒന്നുമല്ല. ബലാത്സംഗം ക്രിമിനൽ ക്രൈം അല്ലെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പറയുകയാണ്. അല്ല, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അതായിരിക്കില്ല. കാരണം ഒരു പഴയ തന്തൂരി കേസുണ്ട്, സാറിന്റെ ഒക്കെ ഓർമ്മയിൽ കാണാം. അത് തേച്ചു മാച്ച് കളഞ്ഞു അധികാരം ഉപയോഗിച്ച്. അതുകൊണ്ട് അതൊരു കുറ്റകൃത്യമായിട്ട് അദ്ദേഹം കാണില്ല. മറ്റൊരു കാര്യം കൂടി സാർ, ഈ ഫണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ഫണ്ടിങ്ങിന്റെ കാര്യം പറയുമ്പോൾ മുഹമ്മദ് ജുനൈദ് എന്നുള്ളൊരു വ്യക്തിയെ നമുക്ക് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ ഇത്രയും ദിവസം ഇവർക്ക് വെച്ച് വിളമ്പിയ വ്യക്തി. ഇപ്പോൾ അദ്ദേഹത്തെ ഇവർ കൈവിട്ടു, കരഞ്ഞു വീഴ്ച നടക്കുകയാണ്. UP പോലീസ് ഇത്രയും ദിവസം ഒരു ദിവസം 10 ലക്ഷം രൂപ വെച്ച് ഇത്രയും ദിവസം ഇവർക്ക് വെച്ച് വിളമ്പിയതിന്റെ ഒരു ഏകദേശ കണക്ക് 1.5 കോടി രൂപയോളം വരും. ഇയാളൊരു സാധാരണ ചെറുകിട മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെയാണെന്ന് വന്ന് പറഞ്ഞിട്ട് പൊക്കോളൂ, അത്രേ പറഞ്ഞിട്ടുള്ളൂ UP പോലീസ്. ഇയാൾ കരഞ്ഞു വിളിച്ച് നടക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, സാറിന്റെ ഒരു അഭിപ്രായം അറിയാനാണ് ചോദിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഈ മുഹമ്മദ് ജുനൈദ് ഇതിൽ പെട്ടുപോയതാണ്. അദ്ദേഹത്തിന്റെ ജിഹാദി മനസ്സുണ്ടായിരിക്കും. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒന്നും അറിയണ്ട, താങ്കൾ ഇതിന്റെ മുന്നിൽ മുഖമായി നിന്നാൽ മതി, ഫണ്ട് വന്നുകൊള്ളും എന്ന് ആരോ പറഞ്ഞ് അദ്ദേഹത്തെ പെടുത്തിയതാണ്. സാറിന് എന്ത് തോന്നുന്നു? അങ്ങനെയാണ് ഭീകരപ്രവർത്തനത്തിന്റെ വഴി, അങ്ങനെ തന്നെയാണ്. അതെ, ഒരു പാവപ്പെട്ട അവർ നേരിട്ട് ഫണ്ട് കൊടുക്കുകയല്ല, പാവപ്പെട്ട ഒരാളിനെ കരുവാക്കിക്കൊണ്ട് ഈ കഞ്ചാവിന്റെ വ്യാപാരം പോലെ തന്നെ ഈ ADMA ഒക്കെ വിറ്റഴിക്കുന്നത് പോലെ തന്നെ MDMA വിറ്റഴിക്കുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ വിൽപ്പന. അതായത് ഒരു ഏജന്റിനെ വെക്കും. കണ്ടില്ലേ, അധ്യാപകരാണ് ഇവിടെ ഏജന്റുമാരായിട്ട്, ഇനിയും വരുന്നുണ്ട് കുറെ പേരെന്ന് പറയുന്നു. അങ്ങനെയുള്ള നമുക്കൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ. അവരെ ഏജന്റുകളായിട്ട് വെച്ചിട്ടുണ്ട്, അവരെ ഫണ്ട് ചെയ്യും. ഈ ഫണ്ടെന്നൊക്കെ പറയുന്നത് ഡാർക്ക് വെബ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫണ്ടിങ് ആണ്. അത് നടക്കും. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഭീകര പ്രവർത്തനത്തിന് കാശ്മീരിൽ ഫണ്ട് ഇതായിരുന്നു പണി. അതേ രീതിയിലാണ് ഇതിന് ഫണ്ടിങ് നടന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഉള്ള ട്രെയിനിനാണ് വന്നത്. ആ ട്രെയിനിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാം കോക്രോച്ച് സമരത്തിന് അനുകൂലമുള്ള ആൾക്കാരല്ലേ? ഏയ്, ഞങ്ങളല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ഇദ്ദേഹമുണ്ട്. എന്നിട്ട് അവർ തന്നെ പറയാൻ ചോദിക്കുന്നതിന് മുമ്പേ, ഹീസ് റിച്ച്, പണക്കാരുടെ സമരമാണ് ഈ നടത്തിയത്. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളല്ല, തൊഴിലില്ലായ്മയാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതല്ല നിങ്ങൾ അഡ്രസ്സ് ചെയ്തത്. പാവപ്പെട്ടവന്റെ പ്രശ്നമേ അല്ല. അവന് വിദേശത്ത് പോകാൻ പണമല്ല, ഇന്ത്യയിൽ തൊഴിൽ കിട്ടണം. അതിനുള്ള അന്തരീക്ഷവും ഇക്കോ സിസ്റ്റമാണ് നരേന്ദ്രമോദി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തടസ്സപ്പെടുത്താനുള്ള നിങ്ങളുടെ പണികളുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് നല്ല. ഇതിപ്പോൾ ആത്മാർത്ഥമായിട്ടൊരു ഗവൺമെന്റ് വന്നിരിക്കുക. കുടുംബത്തിന് വേണ്ടിയിട്ട് ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല, നാടിന് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റാണ്. തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണാം, തെറ്റുകളുണ്ടാവാം. ഒരു ഗവൺമെന്റ് ആരും പൂർണ്ണരൊന്നുമല്ല. പക്ഷേ ഇതല്ല മാർഗം. രാജ്യദ്രോഹികളെ, ബലാത്സംഗികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയത് എന്തൊരു എന്തൊരു വൃത്തികെട്ട പരിപാടി. നഗ്നതാ പ്രദർശനം, ഇങ്ങനെയൊക്കെയാണ് സമരം നടത്തുന്നത്. നിങ്ങൾ പറയും ഞങ്ങളല്ല, അത് വേറെ ആൾക്കാർ. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പോവുകയാണെങ്കിൽ ഞാനല്ല, NTA ആണ് ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ധർമ്മേന്ദ്ര പ്രധാനും നിങ്ങൾ നടത്തിയ സമരത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം വേണം, ചങ്കൂറ്റം വേണം. അല്ലാതെ അഭിജിത്ത് ദീപ്കയെ പോലെ ഒളിച്ചോടുകയല്ല വേണ്ടത്. പൊക്കിക്കൊണ്ട് നടക്കാൻ കുറെ മാധ്യമങ്ങൾ ഇപ്പൊ കാണും. പക്ഷെ നേര് പുറത്തു വരുമ്പോൾ നിങ്ങൾ നാറും, പാതിരാവിൽ സൂര്യൻ ഉദിച്ചതുപോലെ. ഈ പറയുന്ന പോലെ ഹാർഷ് ലൈറ്റ് ഓഫ് ദ ഡേയിൽ വരുമ്പോൾ മാത്രമേ അവരുടെ ക്യാരക്ടർ വ്യക്തമാവുകയുള്ളൂ. കാരണം നിങ്ങളൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആ പോരാട്ടത്തിന്റെ വരുംവരായികൾ
പ്രതികരിക്കാനുള്ള ധൈര്യം വേണം, അതിനുള്ളൊരു മനസ്ഥിരതയും വേണം. അതൊന്നുമില്ലാത്ത നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ട്രോളന്മാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, പാൽക്കുപ്പികൾ. എന്താ ഈ പാൽക്കുപ്പി പിള്ളേർ എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ തന്നെ പാൽക്കുപ്പി പിള്ളേർ വെറുതെ ഒരു സമരം നടത്തിയെന്ന് പോയിട്ടെങ്കിൽ ക്ഷമിക്കാമായിരുന്നു, പിള്ളേരുടെ ഓരോരോ ലീലാവിലാസങ്ങളെന്ന് ക്ഷമിക്കാമായിരുന്നു. പക്ഷെ ഇതിൽ മുഴുവൻ വിളമ്പുന്നത് രാജ്യവിരുദ്ധതയാണ്. സമരത്തിന്റെ ഇടയിൽ അവർ ഉപയോഗിച്ച ഭാഷ, സാറ് നേരത്തെ പറഞ്ഞ പോലെ എഫ് തുടങ്ങുന്ന റാം മന്ദിർ, എഫ് വാട്ടെവർ, ഇതായിരുന്നു അവിടെ ഉപയോഗിച്ച ഭാഷ. ഇതാണ് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുവാൻ ശ്രമിക്കുന്ന ഭാരതീയ സംസ്കാരം. പ്രതിപക്ഷമാണെങ്കിൽ രാം മന്ദിരത്തിനെ എതിർത്തവർ ഇപ്പോൾ എൻ്റെ ശ്രീരാമൻ, അഖിലേഷ് യാദവ് പറയുന്നത് രാവിലെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളെയും വണങ്ങിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ ദിവസം തുടങ്ങിയുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ യോഗിയുടെ ഒരു നേട്ടമായിട്ട് വേണം കണക്കാക്കാൻ. കാരണം അഖിലേഷ് യാദവിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നേരത്തെ, ഞാൻ അങ്ങനെ പൂജയും കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല, എൻ്റെ ഭാര്യയും ചെയ്യാറില്ല എന്ന് പണ്ട് കാലത്ത് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സർവ്വപ്രതാപിയായിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ആ ഒരു നോട്ടിൽ നമുക്ക് ചർച്ച. അതെ, അതെന്തായാലും ശ്രീരാമനെ നിന്ദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് വലിയ തമാശയാക്കി വലിയ ചിരിയൊക്കെ കിട്ടിക്കൊണ്ട് പറഞ്ഞ ആൾക്കാർക്ക് കരഞ്ഞുകൊണ്ട് ഇന്ന് ജയ് ശ്രീറാം എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. അതുപോലെയാണ് ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഓക്സിജൻ അങ്ങ് തീരും, അതുപോലെ തന്നെ യോഗിയുടെ ഓക്സിജൻ അങ്ങ് തീരുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഈ ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നവര് നാളെ കരഞ്ഞുകൊണ്ട് കാണാൻ പോകുന്ന പൂരം അത് നമുക്ക് കാണാം അടുത്ത വർഷം. അപ്പൊ എന്തായാലും അടുത്ത വിഷയങ്ങളുമായി, കാരണം ഇപ്പോൾ വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്, അതെല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. സാറിന്റെ സമയം പോലെ ആ വിഷയങ്ങൾ നമുക്കൊന്ന് കയ്യിലെടുക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വളരെ നന്ദി സർ. നമസ്കാരം.